Next topic, crosstabs. A crosstab is a table which shows the relationship between two variables. അതായത് crosstab എന്ന് വെച്ചാൽ ഒരു ടേബിൾ ആണ്. ഇവിടെ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ crosstabൽ കാണിക്കുന്നതെന്ന്. Cross-tabulation is usually performed on categorical data measured on nominal and ordinal scale. അതായത് cross-tabulation സാധാരണ പെർഫോം ചെയ്യുന്നത് കാറ്റഗറൽ ഡാറ്റയുമാണ് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അതായത് കാറ്റഗറൽ ഡാറ്റ എന്ന് വെച്ചാൽ എന്താണ്, അതിനകത്ത് എന്താണ് അതിൻ്റെ മെഷർമെൻറ്റ് നോമിനലോ ഓർഡിനലോ സ്കെയിലായിരിക്കും ഈ കാറ്റഗറൽ ഡാറ്റ വരുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ജെൻഡർ എന്നുള്ളത് കാറ്റഗറൽ ഡാറ്റയാണ്, അതുപോലെ തന്നെ 12th exam board എന്നുള്ളത് കാറ്റഗറൽ ഡാറ്റയാണ്. ഇൻ കമ്പാരിസൺ ടു ഫ്രീക്വൻസീസ് വിച്ച് സമ്മറൈസ് information about one variable, crosstab generate information about two variables, bivariate. അതായത് ഇനിയിപ്പോൾ ഇതിനു മുമ്പ് പഠിച്ച ഫ്രീക്വൻസി ആയിട്ട് കമ്പയർ ചെയ്യണത്, ഫ്രീക്വൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു വേരിയബിളിൻ്റെ സമ്മറി ഇൻഫർമേഷൻ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ crosstab എന്താണ്, രണ്ട് വേരിയബിൾസിൻ്റെ എന്താണ് ഇൻഫർമേഷൻ ഒരുമിച്ച് കാണിക്കുന്നുണ്ട്, ബൈവേരിയേറ്റ് ആണെന്ന്. Cross-tabulation uses one variable to prepare rows and second to prepare the column of the table. അതായത് cross-tabulation നമ്മൾ ചെയ്യുമ്പോൾ ഒരു വേരിയബിളിനെ നമ്മൾ റോ ആക്കി സെറ്റ് ചെയ്യും, സെക്കൻഡ് വേരിയബിളിനെ നമ്മൾ കോളമൊക്കെയാണ് സെറ്റ് ചെയ്യണമെന്ന്. ദ റോ ആൻഡ് കോളം ഓഫ് ടേബിൾ വിൽ ഹാവ് ടു ബി ഡിഫൈൻഡ് ബൈ ദ യൂസർ. അതായത് ഏത് വേരിയബിളിനെ റോ ആക്കണം, ഏത് വേരിയബിളിനെ കോളം ആക്കണം എന്ന് നമുക്ക് തന്നെ യൂസർക്ക് തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാവുന്ന. In the example given below using dataset 1, a crosstab is prepared using gender and 12th exam board. അപ്പം എന്താണ്, നമ്മളുടെ എക്സാമ്പിളായ ഡാറ്റാസെറ്റ് 1-ൽ നമ്മൾ crosstab കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് കാറ്റഗറി ഡാറ്റ ആയിട്ട് വരുന്നത് ജെൻഡറും 12th exam ബോർഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരെണ്ണത്തിന് എന്താണ് റോയാക്കും, ഒരു വേരിയബിളിനെ റോയുമാക്കും, ഒരു വേരിയബിളിനെ കോളവുമാക്കി സെറ്റ് ചെയ്യുന്നു. മേക്ക് ഷുവർ ദാറ്റ് ബോത്ത് വേരിയബിൾസ് ആർ എൻറ്റേർഡ് എസ് കാറ്റഗറി ഡാറ്റ. അപ്പോൾ ഈ cross-tabulation ചെയ്യുമ്പോൾ എന്താണ്, എപ്പോഴും നമ്മൾ ഒരു കാര്യം എൻഷുർ ചെയ്യുക, രണ്ട് വേരിയബിളും കാറ്റഗറി ഡാറ്റയാണെന്ന് ഉറപ്പുവരുത്താന്ന്. ഇഫ് ദ ഏജ് ഈസ് ഗിവൺ ആസ് കണ്ടിന്യൂസ് വേരിയബിൾ, അതായത് ഏജ് കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ, കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് വെച്ചാൽ പേജ് നമ്പർ 50 പറഞ്ഞിട്ടുണ്ട്, 50ാമത്തെ പേജിൽ. യൂസ് റീകോഡ് ടു കൺവേർട്ട് ദ ഏജ് ഇൻ ടു ഓർഡിനൽ, കാറ്റഗറി വേരിയബിൾ ആക്കുന്നത്. അതായത് ഏജ് കണ്ടിന്യൂസ് വേരിയബിൾ ആയിട്ടാണ് കൊടുത്തതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കാറ്റഗറി വേരിയബിൾ ആക്കി മാറ്റുക. അപ്പോൾ കാറ്റഗറി വേരിയബിൾ ആക്കണതിന് അതിൻ്റെ സ്റ്റെപ്സും അവിടെ 50ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോമിൽ റീകോഡിങ് ടു ഡിഫറെൻറ്റ് വേരിയബിൾ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് വേരിയബിളിനെ കാറ്റഗറി വേരിയബിളാക്കി മാറ്റാൻ പറ്റും. ടു പെർഫോം crosstab ഡു ദ ഫോളോയിങ്. അപ്പോൾ എന്താണ്, ഈ crosstab ചെയ്യാൻ ഇനി പറയുന്ന സ്റ്റെപ്സൊക്കെയാണ് ചെയ്യേണ്ടത്. അനലൈസിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ crosstab എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ എന്താണ്, ഒരു crosstab ഡയലോഗ് ബോക്സ് വരും. ഇത് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഫിഗർ 30. സെലക്ട് ജെൻഡർ ആസ് റോസ് ആൻഡ് 12th exam board ആസ് കോളം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വേരിയബിളിനെ റോയും ഒരു വേരിയബിളിനെ കോളമാക്കി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജെൻഡറിനെ നമ്മൾ എന്താണ് റോ ആക്കി സെറ്റ് ചെയ്തു, 12th exam boardനെ കോളമാക്കി സെറ്റ് ചെയ്തു. The output that appears in output viewer is given below. അപ്പോൾ നോക്കിയാൽ ഓക്കെ കൊടുക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വ്യൂവറിൽ ഇങ്ങനെ ഇരിക്കും വന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്താണ്, ജെൻഡർ എന്നുള്ളത് എന്താണ് റോ ആയിട്ട് വന്നു, 12th exam ബോർഡിലെ സ്റ്റേറ്റ് ബോർഡ് CBSE ISC എന്നുള്ളത് കോളമായിട്ട് വന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ഓരോ മെയിൽ സ്റ്റുഡൻസിൽ എത്ര പേര് എന്താണ് സ്റ്റേറ്റ് ബോർഡിലുണ്ട്, എത്ര പേര് CBSE ഉണ്ട്, എത്ര പേര് ISC ഉണ്ട്, അതുപോലെ തന്നെ ഫീമെയിൽ സ്റ്റുഡൻസിൽ എത്ര പേര് സ്റ്റേറ്റ് ബോർഡ് ഉണ്ട്, എത്ര പേര് CBSE ഉണ്ട്, എത്ര പേര് ISC ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ എത്ര പേരുണ്ടെന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുനിന്ന് മനസ്സിലാകണത്, അതായത് crosstab വെച്ചിട്ട് എന്താണ് രണ്ട് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും കാറ്റഗറി ഡാറ്റയുമാണ് ഈ cross-tabulation ചെയ്യണമെന്ന്. ഇനി നെക്സ്റ്റ് പറഞ്ഞാക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഓഫ് ഡാറ്റ ഈസ് എ പ്രൊസീജിയർ വിച്ച് കമ്പ്യൂട്ട് എ സെലക്ട് സെറ്റ് ഓഫ് ബേസിക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ വൺ ഓർ മോർ കണ്ടിന്യൂസ് ന്യൂമറിക് വേരിയബിൾ. ഇത് കണ്ട, ഇത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, എ സെലക്ട് സെറ്റ് ഓഫ് ബേസിക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ബേസിക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഏതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് പോയിന്റ്, വിച്ച് കമ്പ്യൂട്ട്സ് എ സെലക്ട്
സെലക്ട് സെറ്റ് ഓഫ് ബേസിക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ വൺ ഓർ മോർ കണ്ടിന്യൂസ് ന്യൂമറിക് വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേരിയബിളിൻ്റെയോ എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് 69ാമത്തെ പേജിൽ അതിൻ്റെ നോക്കി അതിൻ്റെ അതായത് ഫിഗർ 31 കാണിച്ചിട്ടുണ്ട്. എന്ത് ഡിസ്ക്രിപ്റ്റീവ് ഓപ്ഷൻ എന്നുള്ളതിൽ മീൻ, സം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് അതൊക്കെ അവർ ചെക്ക് ചെയ്ത് കൊടുത്താക്കിയാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതൊക്കെ ഓപ്ഷനാണോ അത്രയും എന്താണ് ബേസിക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊഡ്യൂസ് അത് എന്തൊക്കെ ഔട്ട്പുട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് കേസസ്, അതുപോലെ മിനിമം വാല്യൂ എത്ര, മാക്സിമം വാല്യൂ എത്ര, സം, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, അതുപോലെ തന്നെ കർട്ടോസിസ്, സ്ക്യൂനെസ്, ഇതെല്ലാനും എന്താണ് നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഗീവ് എ ക്ലിയർ ഐഡിയ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ. അപ്പം അതും പോയിൻ്റാണ് എന്താണ് ഡാറ്റയെ കുറിച്ചുള്ള ഒരു വേരിയബിളിനെ കുറിച്ചുള്ള ക്ലിയർ ഐഡിയയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നമുക്ക് തരുന്നതെന്ന്. ദിസ് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് മോസ്റ്റ് ഓഫ് ദ അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആർ ബേസ്ഡ് ഓൺ. അതായത് ഒരുമിക്ക സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഈ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിനെ ഡാറ്റ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഇതും പിന്നെ അതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസും പഠിക്കുക. അതായത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ്. എന്തൊക്കെയാണ് ഇതുവഴി നമുക്ക് മിനിമം, മാക്സിമം, മീനും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഡാറ്റയുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയയാണ് നമുക്ക് തരുന്നതെന്നും പഠിക്കാം. ഇനി ദ പ്രൊസീജിയർ ടു പെർഫോം ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞാക്കുന്നത്. അനലൈസിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്ക്രിപ്റ്റീവ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്യും. ദെൻ മൂവ് ദ അപ്രോപ്രിയേറ്റ് വേരിയബിൾ ഇൻ ടു വേരിയബിൾ ബോക്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ അപ്രോപ്രിയേറ്റ് വേരിയബിൾ ഏതിൻ്റെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വേരിയബിൾ നമ്മൾ വേരിയബിൾ എസ് ബോക്സിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കും. ഇൻ ദിസ് എക്സാമ്പിൾ വി ആർ യൂസിങ് മാർക്ക് ഓഫ് അക്കൗണ്ടിങ് ഫ്രം ഡാറ്റ സെറ്റ് 1. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് വേരിയബിളിൻ്റെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് കാണുന്നത്? അക്കൗണ്ടിങ്ങിൻ്റെ മാർക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെയാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ വേരിയബിൾ മാത്രം നമ്മൾ വേരിയബിൾ എസ് ബോക്സിലേക്ക് മൂവ് ചെയ്യിക്കും. ക്ലിക്ക് ഓപ്ഷൻ ആൻഡ് സെലക്ട് ദ ഫോളോയിങ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതൊക്കെയാണ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മിനിമം, മാക്സിമം, സം, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കർട്ടോസിസ്, സ്ക്യൂനെസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ക്ലിക്ക് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ക്ലിക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ അതനുസരിച്ച് ഔട്ട്പുട്ട് ആസ് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഔട്ട്പുട്ട് വ്യൂവർ. ഔട്ട്പുട്ട് വ്യൂവറിൽ നോക്കിയാൽ അറിയാൻ പറ്റും മാർക്സ് ഓഫ് അക്കൗണ്ടിങ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും മിനിമം വാല്യൂ, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്, ഈ 10 പേരുടെ ആർക്കാണ് എത്ര മിനിമം വാല്യൂ എത്രയാണ് വന്നാക്കുന്നത്, മാക്സിമം വാല്യൂ എത്രയാണ്, അതിൻ്റെ സം എത്രയാണ്, മീൻ എത്രയാണ്, ഡീവിയേഷൻ എത്രയാണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് ആ വേരിയബിളിനെ കുറിച്ച് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്.